നോമ്പുകാലം പൊതുവേ ഒരു വീക്ക്നെസ് ആൻഡ് ജോയിൻറ്റ് പെയിൻസ് അനുഭവിക്കാറുണ്ട്. എനർജി അകത്തോട്ട് ചെല്ലാത്തതിൻ്റെ പേരിലാണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ലൈക്ക് കാൽസ്യം, വിറ്റമിൻ ഡി, ഫോസ്ഫറസ് ഇതൊക്കെ കുറവാണ്. നമ്മൾ എടുക്കുന്നത് കുറവായതുകൊണ്ട് ഈ എല്ലുകളിലേക്ക് അസ്ഥികളിലേക്ക് ചെല്ലുന്നില്ല. അതിനുള്ള വീക്ക്നെസ്സും അതിനനുബന്ധിച്ചിട്ടുള്ള ജോയിൻറ്റ് പെയിൻസും നമ്മൾ അനുഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ വെള്ളവും കുടിക്കുന്നത് കുറവായതുകൊണ്ട് ഹൈഡ്രേഷൻ ഇസ് എ ഫാക്ടർ. ഹൈഡ്രേഷൻ കുറവാകുന്നതുകൊണ്ട് ഈ ടിഷ്യൂസ്, അതായത് മസിൽ, ലിഗമെൻറ്റ്, ടെൻഡൻ ഇതുപോലത്തെ സോഫ്റ്റ് ടിഷ്യൂ നമ്മൾ പറയുന്നത്, അവർക്കൊക്കെ ചെല്ലേണ്ടുള്ള ആ സ്ട്രെങ്ത് കുറയുന്നുണ്ട്, വെള്ളം കുറയുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടും തന്നെ കുറേ മസിൽ റിലേറ്റഡ് ക്രാംസ്, പെയിൻസ് ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എക്സസൈസ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം ഇടയ്ക്ക് വരാറുണ്ട്. എക്സസൈസ് ചെയ്യാം. അത് ശരിക്കും പ്രാവർത്തികമായിട്ട് ചെയ്യുവാണെങ്കിൽ സ്ലൈറ്റ്ലി ബിഫോർ ഫാസ്റ്റിംഗ് ആൻഡ് സ്ലൈറ്റ്ലി ആഫ്റ്റർ ഫാസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ഫാസ്റ്റിങ്ങിൽ എക്സസൈസ് ചെയ്യാൻ റെക്കമെൻഡഡ് അല്ല. കാരണം അപ്പം എനർജി റിക്വയർമെൻറ്റ്സ് കൂടും. അപ്പം കുറേ കൂടെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ടൈപ്പ് ഓഫ് എക്സസൈസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ഒഴിവാക്കിയിട്ട് ലോ ഇൻറ്റൻസിറ്റി എക്സസൈസസ്, യോഗ, സ്ട്രെച്ചിങ് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ എനർജി മെറ്റബോളിക് റിക്വയർമെൻറ്റ്സ് നല്ലപോലെ ബാലൻസ് ആയിട്ട് പോകും.